വെനസ്വേലയിലേതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പിടികൂടാൻ സൈന്യത്തെ അയക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിന്റെ ആവശ്യമില്ല എന്നും പുടിനുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളതെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം യുക്രൈൻ യുദ്ധം നീണ്ടുപോകുന്നതിൽ ട്രംപ് കടുത്ത നിരാശയാണ് രേഖപ്പെടുത്തിയത്. മഡുറോയുടെ അറസ്റ്റിന് പിന്നാലെ അടുത്തത് പുടിനായിരിക്കുമെന്ന ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പരാമർശങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. അതൊന്നും ആവശ്യമായി വരുമെന്ന് തോന്നുന്നില്ല. പുടിനുമായി എനിക്ക് നല്ല ബന്ധമാണുള്ളത്, അത് തുടരുമെന്നാണ് ഞാൻ കരുതുന്നത് എന്നും ട്രംപ് വ്യക്തമാക്കി. US എണ്ണവാതക കമ്പനികളുടെ മേധാവികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ തനിക്ക് വലിയ നിരാശയാണുള്ളത്. താൻ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതും എളുപ്പമുള്ള ഒന്നായിരിക്കുമെന്നാണ് കരുതിയത് എന്നും ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ മാസം 31,000 പേർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുവെന്നും ഇതിൽ ഭൂരിഭാഗവും റഷ്യൻ സൈനികരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം റഷ്യയുടെ സാമ്പത്തിക നില മോശമാണെന്നും ട്രംപ് എടുത്തു പറഞ്ഞു. മഡുറോയെ പിടികൂടിയ ശേഷം ഏകാധിപതികളെ പിടികൂടുന്ന കാര്യത്തിൽ US-ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി അറിയാമെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തടഞ്ഞതിൽ വീണ്ടും അവകാശവാദം ഉന്നയിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ആളുകൾക്ക് ട്രംപിന് ഇഷ്ടമായാലും ഇല്ലെങ്കിലും 8 വലിയ യുദ്ധങ്ങളാണ് താൻ ഒത്തുതീർപ്പാക്കിയത് എന്നാണ് ട്രംപ് ആവർത്തിക്കുന്നത്. അവയിൽ ചിലത് 36, 32, 31, 28, 25 വർഷങ്ങളായി തുടരുന്നവയായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തുടങ്ങാനിരുന്ന യുദ്ധവും ഇതിൽ ഉൾപ്പെടുന്നുവെന്നും ട്രംപ് പറഞ്ഞു. 8 യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വെടിവെച്ചിട്ട ആ സാഹചര്യം ആണവായുധങ്ങൾ ഇല്ലാതെ തന്നെ ഞാൻ വേഗത്തിൽ പരിഹരിച്ചു. ചരിത്രത്തിൽ എന്നേക്കാൾ നോബൽ സമ്മാനത്തിന് അർഹനായ മറ്റൊരാളില്ല എന്നാണ് ട്രംപ് വീമ്പ് പറയുന്നത്. അതേസമയം ഞാൻ വീമ്പ് പറയുകയല്ല എന്നാണ് അദ്ദേഹം ഓരോ തവണയും പറയുന്നത്. മറ്റാരും യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. നിങ്ങൾ തടയുന്ന ഓരോ യുദ്ധത്തിനും നിങ്ങൾക്ക് നൊബേൽ സമ്മാനം ലഭിക്കേണ്ടതാണ്. ആർക്കും നിർത്താൻ കഴിയില്ലെന്ന് കരുതിയ യുദ്ധങ്ങളാണ് ഞാൻ നിർത്തിയത്. എനിക്ക് സമ്മാനങ്ങളിലല്ല കാര്യം, ജീവൻ രക്ഷിക്കുന്നതിലാണ്. കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ ഞാൻ രക്ഷിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിൽ കുറഞ്ഞത് 1 കോടി ആളുകളുടെ ജീവനെങ്കിലും പ്രസിഡന്റ് ട്രംപ് രക്ഷിച്ചു എന്നായിരുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇവിടെ വന്ന് പരസ്യ പ്രസ്താവന നടത്തിയത് എന്നും ഡൊണാൾഡ് ട്രംപ് എടുത്തു പറഞ്ഞു. അതിനിടെ സൈന്യത്തെ ഉപയോഗിച്ച ഗ്രീൻലാൻഡ് ദ്വീപ് ബലമായി പിടിച്ചെടുക്കുമെന്ന് ആവർത്തിച്ചും ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഗ്രീൻലാൻഡിൽ തങ്ങൾ ചിലതൊക്കെ ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞത്. റഷ്യയോ ചൈനയോ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൈനയുടെയും റഷ്യയുടെയും വർദ്ധിച്ചു വരുന്ന ഭീഷണികൾക്കിടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപിന്റെ നിയന്ത്രണം തങ്ങൾക്ക് ഉറപ്പാക്കേണ്ടതുണ്ട് എന്നും ട്രംപ് ആവർത്തിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഗ്രീൻലാൻഡിൽ ഞങ്ങൾ ചിലതൊക്കെ ചെയ്യുമെന്നാണ് ട്രംപ് ഊന്നി പറഞ്ഞത്. എനിക്കൊരു കരാർ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്, എളുപ്പവഴിയിൽ. പക്ഷേ എളുപ്പവഴിയിൽ നടന്നില്ലെങ്കിൽ ഞങ്ങൾ അത് കഠിനമായ രീതിയിൽ ചെയ്യും. ഗ്രീൻലാൻഡിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ട്രംപ് മറുപടി നൽകിയത് ഇങ്ങനെയാണ്. റഷ്യയും ചൈനയും ആർട്ടിക് മേഖലയിൽ സൈനിക പ്രവർത്തനം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ദ്വീപിന്റെ നിയന്ത്രണം അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് നിർണായകമാണെന്നും ട്രംപ് പറഞ്ഞു. റഷ്യയോ ചൈനയോ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ അനുവദിക്കില്ല. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അവർ ചെയ്യും. അതിനാൽ നമ്മൾ ഗ്രീൻലാൻഡിൽ ചിലതൊക്കെ ചെയ്യും. ഒന്നുകിൽ നല്ല രീതിയിലായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ള രീതിയിലെന്നും ട്രംപ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.